ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒരു വൈകുന്നേരത്തെ ഒരു സ്നാക്ക് ടൈമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യമായിട്ടൊരു സ്നാക്കൊന്നുമല്ല, ഈ പഴം വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ 3 മക്കളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ 3 മക്കളും അടങ്ങിയിട്ടുള്ളൊരു വൈകുന്നേരത്തെ ഒരു ചായൻ്റെ സമയത്തുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്കിങ്ങനെ 3 പേരും ഒരേ സമയം ഇങ്ങനെ കൂടെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ കരുതിയ സ്നാക്കൊന്നും ഉണ്ടാക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കഴിയുന്ന രൂപത്തിലൊക്കെ ഞാൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്നാക്ക് ടൈമിൽ കുറച്ചൊന്ന് എന്താ പറയുക, ആഡംബരത്തിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മൾ ഹോർലിക്സ് ആണ് കേട്ടോ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വെറുതെ കേട്ടോ, അതൊന്നും അവർ കഴിക്കൂല. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് ഇതൊക്കെ കൊടുക്കുന്നു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ പഴം പൊരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വാങ്ങിയിട്ടുള്ള പഴമായിരുന്നു. അപ്പോൾ ഒരു 3 ആളും കൂടെ ആയപ്പോൾ സമ്മതിക്കാത്തത് കൊണ്ട് അപ്പോൾ നമ്മൾ ആ പഴത്തിനെ എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കൂലേ, അങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ ഇത്തരത്തിൽ നീളത്തിലാക്കിയിട്ട് പഴം വാട്ടിയെടുക്കാനാണ് കേട്ടോ ഒന്നുകൂടെ ഇഷ്ടം. അപ്പോൾ എനിക്കത് ഈ റൗണ്ട് ചെയ്ത് കണ്ടൊക്കെ ചെയ്യുന്നതിനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ശരിക്കും നമ്മളൊരു പഴംപൊരി കഴിക്കണ ഒരു ഫീലാണ് കേട്ടോ ഇതിന് കിട്ടുക. മാവില്ലാതെ അങ്ങനെ പഴം പൊരിച്ച് കഴിക്കണ ആ ഒരു ഫീൽ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ നെയ്യിലും കൂടെ അല്ലേ ചെയ്തെടുക്കുന്നത്, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ കഴിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഴങ്ങളൊക്കെ നീളത്തിൽ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാനിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ. അപ്പോൾ ചായക്ക് പകരം നമ്മൾ ഹോർലിക്സ് ആണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഹോർലിക്സിൻ്റെ പൊടി ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പാലിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പാൽ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ സ്നാക്കും അതുപോലെ തന്നെ ഇതൊക്കെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ മുന്നിൽ കൊണ്ടുവന്നിട്ട് കഴിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.